welcome to Orientation OP 10.0 Session 2 Ice Breaking Session. MSc Physics, Chemistry, Mathematics ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള നമ്മുടെ ഷഫ്നയുണ്ട്, MSc കെമിസ്ട്രിയുടെ മെന്ററാണ്. പിന്നെ അതുപോലെ തന്നെ സുനീറ മാം ഉണ്ട്, സൈക്കോളജിയിലെ മെന്ററാണ്. ഹലീമയുണ്ട്, ഇംഗ്ലീഷിലെ മെന്ററാണ്. സോ എല്ലാവരും ഈ ഒരു സെഷനിലേക്ക് ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ ബിഫോർ ഗോയിങ് ഡയറക്ട്ലി ഇൻ ടു ദ സെഷൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളുടെ മൈക്രോഫോൺസ് അനാവശ്യമായിട്ട് നിങ്ങൾ എന്താ പറയാ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കരുത്. അത് നമുക്ക് ഈ ഒരു സെഷന് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണ്ടത്, സമയത്ത് നിങ്ങളുടെ മൈക്രോഫോൺസ് ഒക്കെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. ഓക്കെ, എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാമറാസ് ഓൺ ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം നമ്മൾ ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങളെ ആരും കാണുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് തന്നെ ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കംഫർട്ടബിളി നിങ്ങളുടെ ക്യാമറാസ് ഒക്കെ ഓൺ ചെയ്ത് നിങ്ങളെ കാണാം എന്നുള്ള രീതിയിൽ വന്നിരിക്കേണ്ടതാണ്. ഇനി സൂം ചാറ്റിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ സൂം ചാറ്റിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ ഒരു 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫുൾ നെയിമും പ്രോഗ്രാമും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സുൽത്താനയാണ്, സുൽത്താന MSc മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടും കൂടെ കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള സൂം ഫീച്ചേഴ്സിലേക്ക്, എല്ലാവർക്കും യൂഷ്വൽ ആയിട്ട് കാണുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ സൂം. നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും നിങ്ങൾ എന്താ പറയാ ഓൺ ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഈ സെഷൻസ് ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നെയിം ആൻഡ് പ്രോഗ്രാം ഒന്ന് എന്താ പറയാ മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതെല്ലാവരും മീൻവൈൽ ചെയ്യുന്ന തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ പിയേഴ്സ്, എന്താണ് ഈ ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ദ വേർഡ് മീനിങ് പോലെ തന്നെയാണ്. നമ്മൾ കണക്ട് ചെയ്യാണ്, എൻഗേജ് ചെയ്യാണ്, ഫൺ ആയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങൾ കഴിഞ്ഞ സെഷനിൽ കോമൺ സെഷനിൽ കണ്ടക്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനു വേണ്ടി നമ്മൾ ഈ ഓറിയന്റേഷൻ നടത്തുന്നു, ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്തിനാണ് ഓറിയന്റേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ CEO റഹി സാറും അതുപോലെ തന്നെ അബയ് സാറും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ച് മേറ്റ്സ് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. സോ ഈ ഐസ് ബ്രേക്കിംഗ് സെഷൻ ഇസ് മെയിൻലി ഫോർ കണക്ടിങ് വിത്ത് യുവർ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ കോ ടീം ആയിട്ടുള്ള ആൾക്കാർ. ഇതിൽ MSc ഫിസിക്സിലെ ലേണേഴ്സ് ഉണ്ട്, കെമിസ്ട്രിയിലെ ലേണേഴ്സ് ഉണ്ട്, മാത്തമാറ്റിക്സിലെ ലേണേഴ്സ് ഉണ്ട്. ഈ ഒരൊറ്റ ടൈമിലായിരിക്കും നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കോമൺ ഗ്രൂപ്പ്സ് ഒന്നും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ദ ഓൺലി കമ്മ്യൂണിക്കേഷൻ വാസ് വിത്ത് മീ അല്ലെങ്കിൽ ഷഫ്നയായിട്ട് മാത്രമേ നിങ്ങൾ ഇത്രയും നാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുള്ളൂ. അപ്പോ അത് മറന്ന് നിങ്ങളുടെ കോ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണുള്ളത്, അവർ ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഐസ് ബ്രേക്കിംഗ് സെഷനിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വേണ്ടത് എന്താണ്? നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ സ്കിൽസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ നല്ല കൃത്യമായിട്ട് തന്നെ പറയണം. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ ഈ എന്താ പറയാ സംസാരിക്കുന്നത് കേൾക്കാനും അതുപോലെ തന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ്. കുറച്ച് മസിൽ പിടുത്തമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇന്ററാക്ട്, ഇതൊരു ഫോർമലി ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. നമ്മൾ മാത്രമേ ഇതിനകത്തുള്ളൂ. കുറച്ചും കൂടെ ലൈവായിട്ട് ഇതിലേക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ റാപ്പിഡ് ഫയർ ആയിട്ട് നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻസ് കേൾക്കാം. സോ ഫോർ ദാറ്റ് ഒരു കാര്യം ചെയ്യാം, നമ്മൾ റാപ്പിഡ് ആയിട്ട് കുറച്ച് പേര് ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യോ. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഏത് കോഴ്സാണ്, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സ്കില്ല്. എല്ലാവർക്കും ഓരോ സ്കില്ലുള്ളവരാണ്. നിങ്ങൾ ഓൺ ബോർഡ് ചെയ്ത സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ഓരോ സ്കില്ലിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഡോണ്ട് ടെൽ മീ നിങ്ങൾക്ക് ആർക്കും സ്കില്ലില്ല എന്നുള്ളതൊന്നും. നിങ്ങൾക്ക് സ്കില്ലുണ്ട്, അത് നിങ്ങൾ പറയാ ഇവിടെ. ഓക്കെ, ദിസ് ഇസ് ആൻ ഓപ്പൺ പ്ലാറ്റ്ഫോം, ഒരു ഓപ്പൺ മൈക്ക് പോലെയാണ്, ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോരുത്തർ ഇപ്പൊ തന്നെ വോളണ്ടറി ആയിട്ട് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സംസാരിക്കുക. എന്താണ് നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഏതാണ് നിങ്ങളുടെ ബാച്ച്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എക്സ്ട്രാ സ്കില്ല്, ഇത്രയും കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. സോ മൂവിങ് ഓൺ ടു യു.
അപ്പൊ ആരാണ് ഫസ്റ്റ് വരാൻ പോകുന്നത്? ഇത് 24 പിള്ളേരുള്ള ഈ ഒരു പാർട്ടിസിപ്പൻസ് ലിസ്റ്റിനകത്ത് നോക്കൂ. ആകെ കൂടെ സുൽത്താനെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള എന്റെ ലേണേഴ്സ് എവിടെയാ? എനിക്ക് കാണാനേ പറ്റുന്നില്ല നിങ്ങളെ ആരെയും. നിങ്ങളോട് ക്യാമറ ഓൺ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് നിങ്ങളുടെ കംഫർട്ടബിൾ സ്പേസിൽ ഇരുന്നല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആ, പോരട്ടെ, കുറച്ചും കൂടെ പേര്. 4-5 പേരൊന്നും പോരാ. ഇനിയും ആൾക്കാരുണ്ട് ഇതിനകത്ത്. അതന്നെ. ഇങ്ങനെയാണ് നമ്മള് സ്പിരിറ്റ് കാണിക്കേണ്ടത്. ഓക്കെ, ശരി. കമോൺ. ആരെങ്കിലും ഒരാള് വോളണ്ടറി ആയിട്ട് സംസാരിച്ചു തുടങ്ങിക്കോളും. ഇനി ഞാനായിട്ട് പേര് വിളിക്കണോ? കൊച്ചു പിള്ളേരെ പോലെ നിങ്ങളെയൊക്കെ പേര് വിളിച്ച് സംസാരിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഓക്കെ. സോ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ വോളണ്ടറി ആയിട്ട് സംസാരിക്കും. ഇതിനകത്ത് ഇനിയും ആൾക്കാർ ക്യാമറ ഓൺ ചെയ്യാനുണ്ട്. ക്യാമറ ഓൺ ചെയ്യടാ. എന്നല്ലേ നമുക്കിത് ഇന്ററാക്റ്റീവ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആരാ സംസാരിക്കാൻ പോകുന്നത്? ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തോളൂ. ദാറ്റ് ഇസ് വെരി ഫൈൻ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. സോ ഗോ ഫോർ ദാറ്റ്. ആരാണ്? ആരെങ്കിലും ഒരാൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. എന്നിട്ട് പതുക്കെ നിങ്ങൾ റീനെയിം ചെയ്താൽ മതി. ദാറ്റ് ഇസ് വെരി ഫൈൻ. ഇനി ഞാനായിട്ട് പറയണോ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമെന്ന്? എന്ന് പറയേണ്ടി വരുമോ? കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും പറയടാ. കം ഓൺ. ഓക്കെ, സുൽത്താനെയാണ് ആദ്യം മുതൽ ഓൺ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ സുൽത്താന എന്നെ തുടങ്ങിക്കോളൂ. സുൽത്താന തുടങ്ങിക്കോടാ. ഓ, ഓക്കെ, ശരി. എന്റെ പേര് സുൽത്താന ഷാജി. ഞാൻ കൊല്ലം ജില്ലയാണ്. ആക്ച്വലി ഞാൻ കറന്റ് വർക്കിംഗ് ആണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 8 വർഷത്തോളം ആകുന്നു. 2018 പാസ് ഔട്ട് ആയത്. ഇപ്പൊ PG ജോയിൻ ചെയ്തിരിക്കുന്നത് MSc മാത്സ് ആണ്. ഡിഗ്രി മാത്സ് തന്നെയായിരുന്നു. ഞാനിപ്പോ കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ശരിക്കും ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. 7 മണിയൊന്നും സമയം കണ്ടുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ അങ്ങ് ജോയിൻ ചെയ്തതാണ്. ഇനി വേണം എല്ലാം ചെയ്യാൻ. ഓക്കെ, ഫൈൻ ഫൈൻ. എന്തെങ്കിലും ഒരു സ്കില്ലും കൂടെ പറയടാ. പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. കം ഓൺ. പിന്നെ പ്രത്യേകിച്ച് സ്കില്ലായിട്ട് പറയാന് വായിക്കുകയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി എഴുതും. അതല്ലാതെ പാട്ടൊക്കെ കേൾക്കത്തതേ ഉള്ളൂ, പാടത്തൊന്നുമില്ല. അത് നല്ലൊരു സ്കില്ലാണ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്കില്ലല്ലോ ലിറ്റററി സ്കിൽ എന്ന് പറയുന്നത്. സോ സുൽത്താനിക്കുള്ള സ്കിൽ എന്ന് പറയുന്നത് നല്ലപോലെ എഴുതാനും അതുപോലെ തന്നെ അങ്ങനത്തെ ലിറ്റററി ആയിട്ടുള്ളതാണ്. വളരെ നല്ലൊരു കാര്യമാണ്. സോ വി ഹാവ് ടു അപ്രീഷിയേറ്റ് ഹെർ, അല്ലേ? ഓക്കെ, താങ്ക് യു സുൽത്താന. ഇനി നെക്സ്റ്റ് ആരാ വരുന്നത്? ആരെങ്കിലും ഒന്ന് പറയടാ. നമുക്ക് 1 മണിക്കൂറിന്റെ സെഷനാണ്. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആര് പോവും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ ഈ 1 മണിക്കൂർ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, മാത്തമാറ്റിക്സിൽ ഒരാൾ വന്നു. ഷഫ്ന, ആരെങ്കിലും ഉണ്ടോ? എന്റെ പേര് പറഞ്ഞോളൂ. സെന സുബേർ. വരുന്നത് ഓക്കെ. കോഴിക്കോട് ജില്ലയിലാണ്. ആ, ഓക്കെ. BSc മാത്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷമായി. MSc മാത്സിന് ഇപ്പം ജോയിൻ ചെയ്തതാ. ആഹാ, ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാ. ആഹാ. പിന്നെ ഇതുപോലെ സ്കിൽ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടം. അത് കണ്ടിട്ട് ഓരോന്ന് നോക്കി വരക്കാനല്ല ഇഷ്ടം. വേറെ പാട്ട് പാടാനും അങ്ങനത്തെ കഴിവൊന്നുമില്ല. മതിയല്ലോ. ഡ്രോയിങ് ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. പാട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. സോ ഓക്കെ, അപ്പൊ അത് നല്ലൊരു സ്കില്ലാണ്. സോ സനി, നമുക്ക് നന്നായിട്ട് കൺഗ്രാറ്റ്സ് ചെയ്യാം. നമ്മുടെ ലിറ്റററി സ്കിൽസ് ഉള്ള ആൾക്കാർ പുറത്തോട്ട് വരുന്നുണ്ട്. വെരി ഗുഡ്. കണ്ടോ, പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അറിയാവുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അവർ കുറച്ചേരം മിണ്ടാതിരിക്കുന്നു. നിങ്ങളെ പോലെ ലിറ്റററി സ്കിൽസ് ഉള്ള ആൾക്കാർ പുറത്തോട്ട് വരുന്നു. ദാറ്റ് ഇസ് വെരി നൈസ് ടു ഹിയർ. നിങ്ങളെ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ ഒരുപാട് രസമുണ്ട്. ഇനി അടുത്ത ഒരാളും കൂടെ. ഷഫ്ന, നമുക്ക് കെമിസ്ട്രിയില് ലേണേഴ്സ് ആരും ഇല്ലേടാ ഇതുപോലെ സംസാരിക്കാനായിട്ട്? മാത്തമാറ്റിക്സ് തന്നെ വരുന്നു. ഹായ് എവരിവൺ, മൈസെൽഫ് രമ്യ. ഞാൻ MSc കെമിസ്ട്രിക്കാണ് ജോയിൻ ചെയ്തത്. ഞാൻ ഖത്തറില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. ഒരു 15 ഇയേഴ്സോളം ഗ്യാപ്പ് എന്റെ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ BEd ചെയ്ത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കില്ല് ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ ഡാൻസ് ചെയ്യും. കണ്ടോ ഡാൻസേഴ്സ് ഉണ്ട് നമ്മുടെ ഇടയിൽ. ഡാൻസേഴ്സ് ഉണ്ട്. വെരി ഗുഡ്. എന്നിട്ട് റീൽസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീൽസ് ഒക്കെ ചെയ്തിടാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ക്രേസ് ഒന്നുമില്ല. അത്യാവശ്യം സ്കൂളിലെ പെർഫോമൻസിൽ അങ്ങനെയൊക്കെ പങ്കെടുക്കും. എന്റെ സ്കൂളിൽ പ്രോഗ്രാംസ് ഉണ്ടാവും. ടീച്ചേഴ്സിന്റെ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കും അല്ലേ? നല്ലൊരു കാര്യമാണ്. ഇപ്പൊ നമുക്കൊരു ഡാൻസറിനെ കിട്ടി. ഒരു റൈറ്റർ ഉണ്ട്, ഒരു ഡാൻസർ ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. വാവ്, ദിസ് ഇസ് എ വൈബ്രന്റ് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി
സോ താങ്ക് യു രമ്യ. ഇനി നെക്സ്റ്റ്. ഹായ് മാം, എന്റെ പേര് ഡാലിയ. ഓക്കെ. ഞാൻ MSc കെമിസ്ട്രി ആണ് ചെയ്യുന്നത്. ഞാൻ ഗ്യാപ്പ് ഒന്നും ഉണ്ടായില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് B.Ed ചെയ്തു. ഇപ്പൊ ഞാൻ MSc കെമിസ്ട്രി ചെയ്യുന്നു. പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോ മുതൽ ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും 2 സ്കൂളിലും 2 ഇൻസ്റ്റിറ്റ്യൂഷനിലും പിന്നെ കുറെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ആഹാ. പിന്നെ സ്കിൽസ് എന്ന് പറയാനായിട്ട് എന്താണ് ഉള്ളത്? വരയ്ക്കും ഞാൻ. അതുപോലെ ഒരുവിധം ഡാൻസ് ഐറ്റം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടംതുള്ളലും പഠിച്ചിട്ടുണ്ട്. ഓ, ദാറ്റ് ഇസ് വെരി ഗ്രേറ്റ്. ഓട്ടംതുള്ളൽ അത് ഇതൊക്കെ നമ്മൾ കൂടുതലായി പഠിക്കുക എന്ന് പറയുമ്പോഴത്തേനും എന്നിട്ട് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ പഠിക്കുന്നത്? ഇല്ല, കാരണം ഭയങ്കര തിരക്കായിട്ടുള്ള അതായോണ്ട് ഇപ്പം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. കാരണം അമ്പലങ്ങളിലൊക്കെ വിളിക്കുമ്പോൾ പെർഫോം ചെയ്യാൻ പോവാറുണ്ട്. എന്നാലും ഇപ്പൊ കുറെ ഒരു ഗ്യാപ്പ് ആയി. ഡാൻസ് ആണെങ്കിലും അങ്ങനെ ഇപ്പം കളിക്കാറില്ല, കാരണം തിരക്ക് തന്നെ. എന്നാലും തിരക്കിന്റെ ഇടയ്ക്ക് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ബ്രഷപ്പ് ചെയ്ത് നല്ലൊരു ഡാൻസർ കളിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ കളിക്കാറുണ്ട്, പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഓക്കെ. അപ്പൊ ഉള്ള സ്കില്ല് തന്നെ കുറച്ചും കൂടി ഇത് വെച്ചിട്ട് നമ്മൾ പോയി പെർഫോം ചെയ്യുന്നു അല്ലേ? വെരി ഗുഡ്. ഓക്കെ. ഒരു ആർട്ടിസ്റ്റ് കം ഒരു ഡാൻസർ ആണ്. വെരി നൈസ്. അതൊരു നല്ല കോമ്പിനേഷൻ ആണ്. ഓക്കെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിഷ്വലി ചെയ്യാനൊക്കെ പറ്റുന്നതെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, ഫൈൻ. താങ്ക് യു. ഇനി നെക്സ്റ്റ് ആരാ വരുന്നത്? എന്റെ പേര് ഐശ്വര്യ. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നാണ്. MSc കെമിസ്ട്രിക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഏകദേശം എനിക്ക് ഒരു 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ B.Edഉം M.Edഉം കഴിഞ്ഞു. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. പിന്നെ പറയത്തക്ക സ്കിൽസ് എന്ന് പറയുന്നത് അത്യാവശ്യം പാടും, ഡാൻസ് കളിക്കും, റീൽസ് ഉണ്ട്, പടം വരയ്ക്കും, അങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം സ്കില്ലില്ല എന്ന് പറഞ്ഞ ആൾക്കാണ് ഇത്രയും സ്കിൽസ് ഉള്ളത്. വെരി നൈസ്. ദാറ്റ് ഇസ് എക്സലന്റ്. നല്ല കാര്യമാടാ. നല്ലപോലെ ഇംപ്രൂവ് ചെയ്യുക. ഈ ഡാൻസ്, പാട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. സോ ദിസ് ഇസ് വെരി നൈസ് ടു ഹിയർ. ഓക്കെ. സോ താങ്ക് യു ഐശ്വര്യ. ഓക്കെ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ജന്ന ജബീൻ, മലപ്പുറം ജില്ലയിൽ വന്നു വരുന്നത്. ഓക്കെ. MSc മാത്സ് ആണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 2 ഇയർ B.Ed ചെയ്ത് കഴിഞ്ഞ് 1 ഇയർ വർക്ക് ചെയ്തു. ഇപ്പം ലീവിലാണ്. ഇപ്പൊ പ്രഗ്നൻസിന്റെ കഴിഞ്ഞിപ്പം അങ്ങനെ ഒരു 1 ഇയർ ഗ്യാപ്പിലാണ്. ആയിട്ട് പറയാൻ വരയ്ക്കും, റീഡ് ചെയ്യും, രണ്ട് കാര്യങ്ങൾ. ഓക്കേടാ. നല്ല കാര്യമാണ്. വരയ്ക്കും, റീഡ് ചെയ്യും എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ലല്ലോ. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇരുന്ന് വായിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ല സ്കില്ലാണ്. സോ ഇംപ്രൂവ് ദാറ്റ്. ഓക്കെ. സോ താങ്ക് യു ജന്ന. ഓക്കെ. അരുൺ സർ കണ്ടിന്യൂ ചെയ്തോളൂ. എന്റെ പേര് അരുൺ എന്നാണ്. ഓക്കെ. മുഴുവൻ പേര് അരുൺ കിഷൻ. ഓക്കെ. മലപ്പുറം ജില്ലയിലെ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കുറ്റിപ്പുറം. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കൂൾ മാഷാണ്. അറിയും അരിയല്ലൂർ വള്ളിക്കുന്ന് സ്കൂളിൽ ഹൈസ്കൂളാണ്. 9 ക്ലാസ്സുകളിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് MSc ഫിസിക്സ് ആണ്. ഞാൻ BSc ഫിസിക്സ് കുറച്ച് മുമ്പ് കഴിഞ്ഞാണ്. B.Ed കഴിഞ്ഞതാണ്. അങ്ങനെയാണ് സർവീസ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മളെ ക്വാളിഫിക്കേഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചിട്ടേ ഒരു PG കൂടി ക്വാളിഫിക്കേഷൻ ഇന്നോട്ടെ എന്ന് വെച്ചിട്ട്. അധികം സമയമൊന്നുമില്ല, റിട്ടയർമെന്റ് കുറച്ച് സമയമേ ഉള്ളൂ, 2-3 വർഷം കൂടി ഉള്ളൂ. ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു ഇൻട്രസ്റ്റിന്റെ ബേസിൽ ചേർന്നതാണ്. മാത്രമല്ല ഈ ഇൻക്രിമെന്റ് PG MSc ഫീസ് ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യം പറഞ്ഞാല് മറ്റേ അണ്ണാമല എവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും തന്നെ ഒരു അപ്രൂവൽ ഇല്ല എന്നുള്ളതും, പിന്നെ മാത്രമല്ല ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എൻ്റെ ഒപ്പം കുറെ ഫ്രണ്ട്സ് ഓടി നടന്നിരുന്നു, കിട്ടിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഡ്രോപ്പ് ആയി പോയതാണ്. ഒരു തവണ രജിസ്റ്റർ തന്നെ ചെയ്തു ഞാൻ അവിടെ പോയിട്ട്, ഫീസ് കൊടുത്തിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല. പിന്നെ ജോലിയായിട്ട് പിന്നെ ഇപ്പൊ ഇത് കണ്ടപ്പോ PG ഫീസ് ഉള്ളത് കണ്ടപ്പോ ജോയിൻ ചെയ്തു. വേറെന്താ, ഇനി എന്താ വേണ്ടത്? ഇത്രയൊക്കെ തന്നെ മതി. എന്തെങ്കിലും സ്കിൽസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ലൈക് വായിക്കും, പാടും, അങ്ങനെ. വായിക്കാത്ത ആരാള് മാഷാവാൻ പറ്റുമോ? അതെ. ഞാനൊരു 10-25 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡ് തന്നെയാണ്.
പിന്നെ അതിന് മുൻപ് ഒരു 5 വർഷം മാർക്കറ്റ് ഫീൽഡ് ഉണ്ടായിരുന്നു, മെഡിക്കൽ റെപ്പൊക്കെ ആയിട്ട്. ആ ഹാ ഹാ ഞാന് കഴിഞ്ഞ 15 വർഷമായിട്ട് വാല്യുവേഷൻ ക്യാമ്പിന് പോകുന്നുണ്ട്, 10ാം ക്ലാസ്. ആഹാ പിന്നെ RP ആണ്. RP പറഞ്ഞെങ്കിൽ റിസോഴ്സ് പേഴ്സൺ, മറ്റേ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാനുള്ള ഡിസ്ട്രിക്ട് ആഹാ റിസോഴ്സ് പേഴ്സൺ, DRG. ആഹാ പിന്നെ വേറെ വെച്ചാല് സ്കൗട്ട് മോഷനാണ്. ഇന്നിപ്പോ വൈകി, ഞാൻ നിങ്ങളിപ്പോ ഈ ക്യാമറ എന്താ പറയാ ഓപ്പൺ ആക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ വണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുക, വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. ആഹാ എന്നാ അവിടെ 4 മണിക്ക് വിട്ടിട്ട് കുറച്ച് സ്കൗട്ടിന്റെ പ്രോഗ്രാം വൈകിപ്പോയി. ഓ ഓ ഓ ഓ പിന്നെ അത് ശരി. ആഹാ അബാക്കസ് ട്രെയിനറാണ്, ടീച്ചേഴ്സ് ട്രെയിനറൊക്കെയാണ്. അബാക്കസ് സെന്ററൊക്കെ നടത്തിയിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ ഓക്കെ അതൊക്കെ മതിയാ, നീ എന്ത് ചെയ്യും? ഇത്രയൊക്കെ മതി. സോ താങ്ക് യു. ഓക്കെ താങ്ക് യു. അപ്പോ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ചെറിയ ഗെയിമിലേക്ക് കടക്കാം. ബ്രെയിൻ കുറച്ചും കൂടെ പേര് ആക്റ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യാം, കാണുന്നുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. നമുക്കിനി ഒരു ക്വിക്ക് ഗെയിമിലേക്ക് കടക്കാം. ആ ഗെയിമിനെ പറ്റിയിട്ട് എന്താണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ ഷഫ്ന മാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരും. ഷഫ്ന, ഓവർ ടു യു. ഓക്കെ മാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവരും ഇങ്ങനെ ഓൺ ആയി വരുന്നേ ഉള്ളൂ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ ഒരു ഗെയിം കണ്ടക്ട് ചെയ്യുന്നതോട് കൂടി എല്ലാവരും ഫുൾ ഓൺ ആവണം. പിന്നെ നമ്മുടെ സെഷൻ ഫുൾ ഓൺ ആയിക്കാണ്ട് എനർജറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മുടെ 2 ട്രൂത്ത് ആൻഡ് 1 ലൈ ഇത് ആക്ച്വലി എങ്ങനെയാണ് അത്യാവശ്യം നല്ല എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്നാൽ ഫൺ ആയിട്ടുള്ള നല്ലൊരു ഗെയിം ആയിരിക്കും. ഇതിനകത്ത് നമ്മള് ഓരോ ലേണറും എന്ത് ചെയ്യുക, ഒരു 3 ഷോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആലോചിച്ചിരുന്നോളി. 3 എണ്ണം അത് നമ്മൾ പറയണം. ഓക്കെ, 3 ഷോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയാം. അതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആകണം, ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ക്ലെവർ ലൈ ആവണം. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഒരാള് ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ 5 കൺട്രീസിൽ ട്രാവൽ ചെയ്തു. ഐ ഹാവ് ട്രാവൽഡ് ടു 5 കൺട്രീസ്. അതുപോലെ ഐ സ്പീക്ക് 3 ലാംഗ്വേജസ് ഫ്ലുവൻലി. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാണ്, ഐ വൺസ് വോൺ എ ബാങ്കിങ് കോമ്പറ്റീഷൻ. ഇതിനകത്ത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ലൈ എന്ന് എനിക്കറിയാം. ഈ 3 സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയും, എന്നിട്ട് മറ്റുള്ള ലേണേഴ്സ് പറയണം ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ലൈ എന്നുള്ളത് മറ്റുള്ള ലേണേഴ്സ് പറയണം. മീൻസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്തിട്ടാലും മതി, 3 ലൈ അല്ലെങ്കിൽ 2 ലൈ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടാലും മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എൻഗേജിങ് ആയിക്കാണ്ട് എനർജറ്റിക് ആയിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ അവസരമാണ്, ഇനി ഓരോ ലേണേഴ്സിനുള്ള അവസരമാണ്. ഓക്കെ, പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം, മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നത് കിട്ടാൻ പറ്റരുത്. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ആൾക്കാർ എന്ത് വേണം, മാക്സിമം അതിനകത്ത് ഫോൾ സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് പിടിക്കാൻ നോക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അതെ അതെ, ഇവര് തന്നെ എനിക്ക് തോന്നുന്നു ഷഫ്ന മാം, ഇവര് തന്നെ മുന്നോട്ട് വരും തോന്നുന്നു. ആരെങ്കിലും ഒരാളൊന്ന് മുന്നോട്ട് വന്നിട്ടേ 2 സത്യവും 1 കള്ളവും പറഞ്ഞോളൂ. നമുക്കറിയാത്ത കാര്യമൊന്നല്ലല്ലോ അല്ലേ? അപ്പൊ ആരാ വരുന്നത്? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ ആരാ വരുന്നത്? ഞാൻ വിളിക്കുന്നില്ല, നിങ്ങൾ വോളണ്ടിയർലി വന്നോളൂ. അപ്പൊ ആരും വരില്ല, അപ്പൊ എല്ലാരും ഇങ്ങനെ ഇരിക്കും. വരി, എന്തത് പ്രശ്നം? എന്താ ഇവിടെ നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. കുഴപ്പമില്ല ഷഫ്ന, ഓരോരുത്തരും വിളിച്ചോളൂ, കുഴപ്പമില്ല. വിളിച്ചോളൂ. അപ്പൊ നമുക്ക് പാർവതി മോഹനെ തുടങ്ങാം അല്ലെ? ഇംഗ്ലീഷിൽ പറയണം, മലയാളത്തിൽ പറയണമേ? മലയാളത്തിൽ മതി, ഏതാണോ കംഫർട്ടബിൾ അത് അങ്ങനെ പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ച് പറഞ്ഞു, നോ പ്രോബ്ലം. 3 സ്റ്റേറ്റ്മെന്റ് പറയണല്ലേ? 3 സ്റ്റേറ്റ്മെന്റ്, 2 എണ്ണം ട്രൂ, 1 ഫോൾസ്. ഓക്കെ. ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നന്നായി പാട്ട് പാടാറുണ്ട്. പാർവതി കേൾക്കുന്നുണ്ടോടാ? ഞാൻ പറഞ്ഞു മാം. 2 സ്റ്റേറ്റ്മെന്റ് വന്നു, ഡാൻസ് ചെയ്യും, പാട്ട് പാടും എന്നുള്ള 2 സ്റ്റേറ്റ്മെന്റേ വന്നുള്ളൂ. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ. ഓക്കെ ഫൈൻ. ഏതാണ് ഫോൾസ്? 3. മൂന്നാമത്തെ ഫോൾസ്. ഓക്കെ, വേറെ ഏതെങ്കിലും സജഷൻസ് ഉണ്ടോ? വേറെ ഏതെങ്കിലും റാൻഡം ഗസ് ഉണ്ടോ? 2. ഓക്കെ, പിന്നെ പോരട്ടെ.
പറ, എല്ലാരും പറഞ്ഞോ, നമുക്ക് എന്ത് പറയാലോ, കുഴപ്പമില്ലല്ലോ. ചാറ്റ് ബോക്സിലും കുറെ ആൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 2 ആണ് ആൻസേഴ്സ് വരുന്നത്, കുറെ എണ്ണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ഓക്കെ 3. ഓക്കെ, തെരേസ കുറച്ചും കൂടെ അരുൺ സാറിന്റെ ഒപ്പാണെന്ന് തോന്നുന്നു. 3. ഓക്കെ, വീണ്ടും 3. റീനെയിം ചെയ്യണേടാ, എല്ലാവരും റീനെയിം ചെയ്യണേ. ഇപ്പൊ 3 വരുന്നുണ്ട്. ഓക്കെ, ശരി. ഇനിയിപ്പോ ആൻസർ പറഞ്ഞോളൂ പാർവതി. ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു 1ഉം 3ഉം ആണ് ശരി, 2 തെറ്റ്. പാട്ട് പാടാറില്ല, ഡാൻസ് ചെയ്യും, കവിത എഴുതാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ 2 പറഞ്ഞു. അതാ 2 ഡാലിയാദാസ് പറഞ്ഞിട്ടുണ്ട്, ഹസ്ന പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് 2 പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, ഏതായാലും കൺഗ്രാറ്റുലേഷൻ. വിളിച്ചോളൂ. ഇനി അടുത്തത് ആരെങ്കിലും വോളണ്ടിയർ ആയിട്ട് വരൂ. ഞാൻ എന്തിനു വിളിക്കാൻ വെയിറ്റ് ചെയ്യുന്നത്? വാ, ഇത് നമ്മുടെ പരിപാടിയല്ലേ. ഞാൻ നന്നായി പടം വരയ്ക്കും. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ ഒരു 5 കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഗസ് ചെയ്തോളൂ, ഇതിനകത്ത് ഏതാണ് ഫോൾസ്? പടം വരക്കും, 2 കുട്ടികളുണ്ട്, 5 കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും ഫോൾസ്? 3 ആൻസർ വരുന്നുണ്ട്. ഡാലിയ 3, അൻസര തസ്നി 3, 1 വരുന്നുണ്ട്. 3, 1, 3 എല്ലാം വരുന്നുണ്ട്. 2 മിക്സ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ആണ്. വെരി ഗുഡ്. അതൊരു നല്ല ഡിപ്ലോമാറ്റിക്. എല്ലാരും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ചാറ്റ് ബോക്സിലാണെങ്കിൽ കൂടി. അതെ, ഇതാണ് എനിക്ക് തോന്നുന്നു ഇവര് ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആയത്. ഓക്കെ, ഇതാണ് വരുന്നേ. അതെ 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 അതെ. ഓക്കെ, ആൻസർ പറഞ്ഞോളൂടാ. രമ്യ ഡിസ്ക്ലോസ് ചെയ്തോളൂ. അതിനകത്ത് ഫോൾസ്. ഫസ്റ്റത്തെ ഫോൾസ് ആണ്. എനിക്ക് തീരെ പടം വരയ്ക്കാൻ അറിയില്ല. ബാക്കി സെക്കൻഡും തേർഡും. ഞാൻ വിചാരിച്ചത് സെക്കൻഡ് ആണ് റോങ് എന്നാട്ടോ. ഞാനും സെക്കൻഡാ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് 2 കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കേടാ, ഫൈൻ ഫൈൻ. നമുക്കിനി നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കേടാ. ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം ഇൻ സൂം ഔട്ട്. നിങ്ങൾക്ക് ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു ആളുടെ ഫോട്ടോയോ സൂം ചെയ്ത ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടാവാം. നിങ്ങൾ ഏതാണെന്ന് ഗസ് ചെയ്യണം. ലൈക്ക് അത് ആരാണ്? ചിലപ്പോൾ ആക്ടർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഓൺടർപ്രണർ ആയിരിക്കും, ചിലപ്പോൾ ഒരു എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സണാലിറ്റീസ് ആയിരിക്കും. ഓക്കെ, ഷഫ്ന മാം ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മുടെ ലേണേഴ്സ് എൻഗേജ് ചെയ്യുന്നില്ലേ എന്നുള്ളത്. സോ ഐ എം മൂവിങ് ഓൺ ടു ദ സ്ലൈഡ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആളിനെ ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇതാണ് പിക്ചർ. സോ ഗസ് ദിസ് പേഴ്സണാലിറ്റി. റൊണാൾഡോ. ഓക്കെ ഓക്കെ, റൊണാൾഡോ. ഒരുപാട് റൊണാൾഡോ ആണ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ എന്താ വരുന്നത് ഷഫ്ന? റൊണാൾഡോ തന്നെയാണോ? അതെ അതെ, റൊണാൾഡോ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവര് റൊണാൾഡോ പറയാനില്ല. CR7 എന്നൊക്കെ ഗസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, CR7. ഓക്കെ ഫൈൻ. ഓക്കെ, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. സോ നമുക്ക് നോക്കാം. അതെ, റൊണാൾഡോ തന്നെയാണ്. സോ എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരാള്. ഇനി അടുത്തത് ഇത് മോഹൻലാൽ. ഓക്കെ, മോഹൻലാൽ. ലാലേട്ടൻ. വേറെ? ഓക്കെ, ലാലേട്ടൻ. ഓക്കെ, അതാ ഇവര് എനിക്ക് തോന്നുന്നു കറക്റ്റ് ആൻസർ പറയാൻ വേണ്ടി മാത്രം വന്ന് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഫിസിക്സ് ലേണേഴ്സും ടീച്ചേഴ്സ് ആയതുകൊണ്ടായിരിക്കും അവർ ഒറ്റ ഉത്തരേ പറയത്തുള്ളൂ. അത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മോഹൻലാൽ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ ശോഭന. റാൻഡം ഗസ് ഉണ്ടോ? ഇല്ല, ശോഭന. എല്ലാരും ശോഭന. ഓക്കെ, ചാറ്റ് ബോക്സിലും ശോഭന തന്നെയാണോ വരുന്നത് ഷഫ്ന? അതെ അതെ മാം, ശോഭന തന്നെ. അപ്പൊ പിന്നെ നമുക്ക് അതുമായിട്ട് തന്നെ മൂവ് ഓൺ ചെയ്യാം. സോ ദിസ് ഇസ് ശോഭന. ശോഭന മാം ആണ്. ഇനി നെക്സ്റ്റ് ഇത് VS അച്യുതാനന്ദൻ. ഓക്കെ, VS അച്യുതാനന്ദൻ. പിന്നെ അച്യുതാനന്ദൻ. വേറെ ഗസ് ഒന്നുമില്ല. അച്യുതാനന്ദൻ. ഓക്കെ, ചാറ്റ് ബോക്സിലും VS തന്നെയാണ് മാം വരുന്നത്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. VS അച്യുതാനന്ദൻ സാർ തന്നെയായിരുന്നു. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ വേറെ ഡൗട്ട് ഒന്നുമില്ല, ആർക്കും ഡൗട്ട്. കണ്ണ തിരിച്ചറിയാൻ നോക്ക അല്ലേ?
അതാ. ഓക്കെ, ദിസ് ഇസ് ഫൈൻ. എല്ലാം DQ തന്നെയാണോ? എല്ലാവരും DQ തന്നെയാണ് മാം. ഓക്കെ, സോ ദിസ് ഇസ് DQ. വെരി ഫൈൻ. ഇനി ഇത് ധോണി ധോണി പ്രണവ് ധോണി. പിന്നെ പിന്നെ വേറെ ഗസ്റ്റ് ഇല്ല. പ്രണവ്, ധോണി ഇതന്നെയാണ് നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത് വരുന്നത്. ആണല്ലേ? സോ നമുക്ക് നോക്കാം പ്രണവ് ആണോ ധോണിയാണോ. സോ ധോണിയാണ്. പ്രണവിന് ധോണിയുടെ ഒരു കട്ടുണ്ട് അല്ലേ? ലാലേട്ടൻ കേക്കണ്ടത്. ഇനി ഇതാരോ ഒരു ഗസ്റ്റ് ഒരാളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അത്ര എന്തോ ഓക്കെ. നമ്മള് സ്ഥിരം നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇദ്ദേഹത്തെ അറിയായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ഒക്കെ അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചാറ്റ് ബോക്സിനകത്ത് ആൻസേഴ്സ് വരുന്നുണ്ട്. ജെഫ് ബസോസ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ജെഫ് ബസോസ് ആണ് വരുന്നത്. ഓക്കെ, വേറെ ഗസ്റ്റ് ഉണ്ടോ? ഒരൊറ്റ ആൻസർ ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പൊ അതായിരിക്കും ജെഫ് ബസോസ് ആയിരിക്കും. നമുക്ക് നോക്കാം. കറക്റ്റാ, ജെഫ് ബസോസ് ആണ്. സോ ദ ആൻസർ ഇസ് റൈറ്റ്. അത് കുറച്ച് ടഫ് ആയിരുന്നു അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അത് പ്രതീക്ഷിച്ചില്ല. ആദിത്യാണ് മാത്സിൽ ആദിത്യാണ് അതിന്റെ ആൻസർ പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ് ആദിത്യ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇത്രയും പേരുടെ ഇടയ്ക്ക് ജെഫ് ബസോസിനെ തിരിച്ചറിഞ്ഞ ഒരാള് ആദിത്യാണ്. ദാറ്റ് ഇസ് ഗ്രേറ്റ് തിങ്. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യാം. നല്ലൊരു സ്കിൽ അല്ലേ? ഇനി ഇതാരാ? ചിത്രം നിറഞ്ഞു. ഓക്കെ, ചിത്ര നിറഞ്ഞു. എന്നാ പിന്നെ എനിക്ക് അറിയണ്ട, ചിത്ര തന്നെയാണ്. ചിത്ര മാം ആണ്. KS ചിത്ര. സോ നെക്സ്റ്റ് വൺ രജനീകാന്ത്. ഒരു കൊച്ചു കൊച്ചിന്റെ സൗണ്ട് കൂടെ കേട്ടല്ലോ. ഓക്കെ, രജനീകാന്ത്. ഓക്കെ, ഫൈൻ. കറക്റ്റ് ആണ്. ഇനി ഇത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആയിരിക്കാം, ഈറ്റബിൾ ആയിരിക്കാം, എന്ത് വേണമെങ്കിലായിരിക്കാം. കോൺ, ചോളം. പിന്നെ ചാറ്റ് ബോക്സിലും സെയിം ആണോ ഷഫ്ന? ചാറ്റ് ബോക്സിൽ കോണ് നിറഞ്ഞ് പോപ്കോൺ ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇനിയിപ്പൊ നിറയ്ക്കണ്ട, കോണാണ്. ഓക്കെ, ഫൈൻ. ഇത് വഴുതനങ്ങ. അതിനി അവിടെ നിന്ന് കുക്ക് ചെയ്യണ്ട. സോ ദിസ് ഇസ് ബ്രിഞ്ചോൾ, എഗ് പ്ലാന്റ് ഓർ വഴുതനങ്ങ, ഏതാണെങ്കിലും. ഇത് ബ്രോക്കോളി. ഷഫ്ന, ഇതിലെന്തുവാ വരുന്നത്? ബ്രോക്കോളി ആണോ? കണ്ടോ, അതാണ്. ഒറ്റ ഉത്തരത്തിൽ നിൽക്കും. അതാ ബ്രോക്കോളി ആണ്. പൊട്ടാറ്റോ. ആരോടാ ഈ പറയുന്നത്? വീട്ടില് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരോടാണ് ഇതെല്ലാം പറയുന്നത്. ഈ ഫ്രൂട്ട്സ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, വെജിറ്റബിൾസ് ഒക്കെ. സോ ദിസ് ഇസ് പൊട്ടാറ്റോ. ദാറ്റ് ഇസ് റൈറ്റ്. ഇനി ഇത് വെണ്ട. അതാണ് നമ്മുടെ ലേണേഴ്സിന്റെ പ്രത്യേകത. ഒറ്റ ഗസ്സേ അവർ പറയത്തുള്ളൂ. അത് കറക്റ്റ് ആയിരിക്കണം, അല്ലാത്ത അവർ പറയില്ല. ഓക്കെ, വെരി ഗുഡ്. സോ ദാറ്റ് ഇസ് ലേഡീസ് ഫിംഗർ. ഇനി ഇത് കോളിഫ്ലവർ. കോളിഫ്ലവർ, ക്യാബേജ്, കോളിഫ്ലവർ. ഓക്കെ, ക്യാബേജ് ആണ് ചാറ്റ് ബോക്സിലും ഒരുപാട് ആണല്ലേ? അപ്പൊ ക്യാബേജ് ആണ്. ക്യാബേജ് ഇത്രയും ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാബേജ് ആയിരിക്കുമല്ലേ? ഇനി ഇത് ഓക്കെ, പംകിൻ. ഓക്കെ, ഫൈൻ. സോ ദിസ് ഇസ് പംകിൻ. അത് കുറച്ചും കൂടെ റാദർ ഒരു സിമ്പിൾ ഗസ് ആയിരുന്നു അല്ലേ? സോ അത്രേ ഉള്ളൂ ഗെയിം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ വരുമായിരുന്നു അല്ലേ? അത്രേ ഉള്ളൂ ഗെയിം കളിച്ചാൽ മതി. ഇനി എല്ലാവരും ഒന്ന് വീണ്ടും ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. സോ എഗെയിൻ ഷഫ്ന, നമ്മളായിട്ട് വിളിക്കുന്നില്ലല്ലോ അല്ലെ? ഇവരായിട്ട് വന്ന് ഇനി ഇൻട്രൊഡ്യൂസ് ഇപ്പൊ എല്ലാരും എനർജറ്റിക് ആയില്ലേ? അവരായിട്ട് വന്നോളൂ. ഓക്കെ. എന്റെ പേര് ഫാത്തിമ വർസാന. എന്റെ വീട് മലപ്പുറത്ത് കൊണ്ടോട്ടിയാണ്. ഞാന് ഡിഗ്രി കഴിഞ്ഞ് BEd കഴിഞ്ഞൊരു കൊല്ലം, പിന്നെ അതിൽ കൺസീവ് ആയപ്പോ ബ്രേക്ക് എടുത്തൊരു കൊല്ലം, പിന്നെ ഇപ്പൊ PG ചേർന്നിട്ടാണ്. എന്റെ സ്കില്ല് പറയാന്ന് വെച്ചാല് ഞാനിങ്ങനെ
നമുക്കൊരാൾ കൺവിൻസ് ചെയ്യാൻ കഴിയും. ഇപ്പം ഒരാളെ കുറിച്ച് പറഞ്ഞ് അയാളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ കഴിയും. ആഹാ, അത് അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണല്ലോ. ദാറ്റ് ഈസ് വെരി നൈസ്. കൊള്ളാം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ ഫൈൻ MSc ഫൈൻ. മാത്സ് ആണ് ഇവിടെ ഓക്കെ, ജോയിൻ MSc മാത്സ് ആണ്. ഓക്കെ, മോട്ടിവേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലേ? അത് നല്ലൊരു സ്കില്ലാണ് അല്ലേ മോട്ടിവേഷൻ, ഷഫ്ന? കൺവിൻസിങ്, അങ്ങനെ അതാ നീണ്ടു നിരയാണ്. ആ ഒരു ഫീൽഡ് കംപ്ലീറ്റ് കൈയടക്കിക്കാണ് ആള്. അതാണ് സൈക്കോളജി ഒക്കെ ട്രൈ ചെയ്യായിരുന്നു. ഓക്കെ, ആ. ഫൈൻ. എങ്ങനെയോ മാത്സ് പെട്ടുപോയതാണെന്ന് തോന്നുന്നു. അതെ ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ഫർസാന. ഇനി നെക്സ്റ്റ് വൺ ആരാ വരുന്നത്? കാണുന്നുണ്ടോ? എന്റെ പേര് മനീഷ. ഞാന് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന MSc കെമിസ്ട്രിക്കാണ്. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 10 ഇയേഴ്സോളം ആയി. അത് കഴിഞ്ഞിട്ട് B.Ed ചെയ്തു. പിന്നെ വർക്ക് ചെയ്യായിരുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഒരു മോനുണ്ട്. ഇപ്പൊ ഞാൻ പ്രഗ്നന്റും ആണ്, രണ്ടാമത്തെ പ്രഗ്നന്റ് ആണ്. പിന്നെ ഹോബീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഡാൻസിങ് ഇഷ്ടമാണ്, അതുപോലെ ആക്ടിങ് ഇഷ്ടമാണ്. അപ്പോ ഡ്രാമ, റോൾ പ്ലേ അതൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. പിന്നെ ചെറുതായിട്ട് എഴുതും, സ്റ്റോറീസും പോയിന്റ്സും ഒക്കെ എഴുതും. പിന്നെ മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള ഒരു ഏരിയ പറഞ്ഞ പ്രസന്റേഷൻ ആണ്. ടീച്ചർ ആയതുകൊണ്ട് പ്രസന്റേഷൻ ഓർ ഈ ഡ്രാമാറ്റിക്കൽ സ്കിൽസിലുള്ള പ്രസന്റേഷൻ ആണോ? ഏത് പ്രസന്റേഷനാ ഉദ്ദേശിച്ചത്? പ്രസന്റേഷൻ ഇപ്പൊ സെമിനാർസും കാര്യങ്ങളൊക്കെ അങ്ങനെ വെരി ഗുഡ്. അത് നല്ലൊരു സ്കില്ലാണ്. വെരി നൈസ്. താങ്ക് യു മനീഷ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ പാർവതി പറഞ്ഞോളാടാ. എന്റെ പേര് പാർവതി മോഹൻ. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ പള്ളിക്കലാണ് താമസിക്കുന്നത്. ഞാൻ 2012 BSc ഫിസിക്സ് കഴിഞ്ഞതാണ്. 2014 B.Ed കഴിഞ്ഞു. പിന്നെ കുറച്ചുനാൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, സ്കൂളിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും സ്കൂളിലൊക്കെ കയറണമെങ്കിൽ PG അത്യാവശ്യമാണ്. PG എടുക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ച മറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ IGNOയുടെ അപ്രൂവൽ ആണെന്ന് പറഞ്ഞ് അറിഞ്ഞത്. അങ്ങനെ MSc ഫിസിക്സ് എടുത്ത്. പിന്നെ കുറെ ഡാൻസ് ചെയ്യും, കഥകള്, കുറെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ കവിത എഴുതാറുണ്ട്. പിന്നെ ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമാണ്. ഇതൊക്കെ തന്നെ കുറെ സ്കിൽസ് ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു അല്ലെ ഷഫ്ന ഇത്ര നേരം? അതെ. അവർക്ക് ഒരു ഗെയിം വേണ്ടി വന്നു ഒന്ന് എനർജറ്റിക് ആവാന്. അതെ. ഓക്കെ, നെക്സ്റ്റ് ഒരാളെയും കൂടെ ഷഫ്ന വിളിച്ചോളൂ. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, അരുൺ കൃഷ്ണ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ അല്ലെ? അതെ ചെയ്തു. ജന്ന ചെയ്തു. റസ്മി ചെയ്തിട്ടില്ലല്ലോ? ഇല്ല രശ്മി ചെയ്തിട്ടില്ല. MSc മാത്സിലല്ലേ? ഇല്ല, ചെയ്തിട്ടില്ല. ഒരു ക്യാമറ ഒക്കെ ഓഫ് ആക്കി പൂച്ചനെ പോലെ പതുങ്ങിയിരിപ്പുണ്ട്. എവിടെ ആളെവിടെ? വന്നു. ഓക്കെ. എന്റെ പേര് രശ്മി ജിപ്പിള്ള. ഞാന് കൊല്ലത്ത് കൊട്ടാരക്കര പുത്തൂരാണ്. ഞാൻ MSc മാത്സ് ആണ്. 2005 B.Ed കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോഴാണ് പിന്നെ PG ചെയ്യുന്നത്. ഇടയ്ക്ക് 2 ചെയ്യാൻ നോക്കും. ഇടയ്ക്ക് വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ സ്കിൽസ് എന്തൊക്കെയാടാ? സ്കിൽസ് അങ്ങനെ ഡാൻസ് ഒക്കെ. ഓക്കെ, ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു രശ്മി. ഇനി ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, അതോ നമ്മളൊരു ഗെയിമിലേക്ക് പോണോ? എന്താണ് അഭിപ്രായം? എന്റെ പേര് സിജി. കൊല്ലം ജില്ലയിലെ ചിറക്കരയിൽ നിന്നാണ് വരുന്നത്. MSc കെമിസ്ട്രിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് 10 വർഷം ആവുന്നു. കേരള PSCയുടെ പുറകെയാണ്, ഇപ്പോഴും അതിന്റെ പുറകെ തന്നെയാണ്. അതിന്റെ കൂടെ PGയും കൂടെ ചെയ്യാന്ന് കരുതിയാണ് ജോയിൻ ചെയ്തത്. സ്കില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. നന്നായിട്ട് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ എഴുതുകയും ചെയ്യും. ഓക്കെ, നല്ല ലിറ്റററി സ്കില്ലുള്ള ഒരാളാണ് സിജി. അതുകൊണ്ടായിരിക്കും സിജി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നത്. നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ടഡ് ക്യാരക്ടർ ആയിരിക്കാം. ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ സിജി. താങ്ക് യു. മോള് വന്നിട്ട് ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കുന്നു മേഡം. അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ
പ്രശ്നമാവുമെന്ന് കരുതിയിട്ട്. അയ്യോടാ. ഓക്കെ 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 ഓക്കേടാ. സോ താങ്ക് യു സിജി. സോ നമുക്ക് ഇനി ഒരു ഗെയിമിലേക്ക് മൂവ് ചെയ്യാം അല്ലേ? അതെ ഇപ്പൊ കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ആവും അല്ലേ? അതെ അതെ ഓക്കെ. ഇത് മൂവി ഡയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് ആക്ച്വലി. അതായത് ഒരു മൂവിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഗസ് ചെയ്യണം അത് ഏത് മൂവി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെന്ന്. ഹിന്ദി ഉണ്ടാവും, അതുപോലെ തന്നെ മലയാളം ഉണ്ടാവും, ഏത് വേണമെങ്കിലും ഉണ്ടാവും. നിങ്ങൾ അതനുസരിച്ചിട്ടൊന്ന് ഗസ് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ ഇത് കല്യാണരാമൻ. കല്യാണരാമൻ. ഓക്കെ. കല്യാണരാമൻ. വേറെ ഗസസ് വരട്ടെ? ഒറ്റൊരു ഗസ് പറഞ്ഞിങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ എന്നാൽ നമുക്ക് എൻഗേജിങ് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് നോക്കാം. കല്യാണരാമൻ തന്നെയാണ്. അതാ മറ്റേ ചെലവ കാണിക്കുന്ന ആ ഒരു സീനാണത്. സോ നെക്സ്റ്റ് വൺ ഇത് ഞാൻ എടുത്തു പറഞ്ഞ ചിലപ്പോ മൂവി ആയിപ്പോ. ഓക്കെ, സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ ഇത്രയും നേരം ചാറ്റ് ബോക്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും കാണുന്നില്ല കേട്ടോ. സോൾട്ട് ആൻഡ് പെപ്പർ ആണ്. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇനി അടുത്തത് ഈ മൂവി ഏതാണ്? രാംജി റാവു സ്പീക്കിംഗ്. റാംജി റാവു സ്പീക്കിംഗ്. പിന്നെ CID മൂസ. അത് കൊള്ളാം. ഇപ്പൊ ഇൻട്രസ്റ്റ്. കുറച്ചും കൂടെ. ഓക്കെ, വേറെ സാഗർ ഇലിയാസ് ജാക്കി ഒക്കെ ഉണ്ട്. ഇനി സാഗർ ഇലിയാസ് ജാക്കി ഉണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. വന്നിട്ടില്ല, ഞാൻ അവരടുത്ത് ചോദിക്കാണ് അങ്ങനത്തെ ഗസ് ഉണ്ടോന്ന്. അങ്ങനെ മാനാർമത്തയും കൂടെ വരേണ്ടതായിരുന്നു ഇതിന്റെ കൂടെ, വന്നില്ല. അതെ അതെ, രാംജി റാവു, CID മൂസ. വരട്ടെ. അപ്പൊ അതൊക്കെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് നോക്കാം. രാംജി റാവു സ്പീക്കിംഗിലും വരുന്നുണ്ട്, ഈ ഒരു പോർഷൻ വരുന്നുണ്ട്. ഇല്ലാന്ന് പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ വരുന്നൊക്കെ അവിടെയാ. ഓക്കെ. ഒച്ച ഫോട്ടോയിൽ കിട്ടത്തില്ല മിസ്റ്റർ. കല്യാണമന്ത്രം. ഓ, ആക്റ്റീവ് ആയി തുടങ്ങി. നമ്മുടെ തരുൺ മൂർത്തി പറഞ്ഞതുപോലെ ആക്ടിവേറ്റഡ് ആണ്, മൊമെന്റ് ആണ്. ഓക്കെ, കല്യാണമന്ത്രം. പക്ഷെ അത് വടക്ക് നോക്കിയന്ത്രായിരുന്നു. വടക്ക് നോക്കിയന്ത്രം വന്നിട്ടുണ്ട് മാം. ചാറ്റ് ബോക്സിൽ ഇപ്പം വന്നു. ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. വടക്ക് നോക്കിയന്ത്രാണ്. തളത്തിൽ ദിനേശൻ പറയുന്ന ഇതില് വരുന്നല്ലേ. ഓക്കെ, ഇനി ഇത് യോധ. അതെ അതെ, കാണുമ്പോഴേ ചിരി വരുന്ന ഇത് ക്യാരക്ടറിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. യോധയാണോ? ഫൈനലാണോ ഷഫ്ന? എല്ലാവരും യോധ തന്നെയാണോ? എല്ലാരും യോധ തന്നെയാണ്. ഓക്കെ, പക്ക പെർഫെക്റ്റ് ആൻസർ ആണ് ഇത്. ഇത് ആക്ച്വലി ഒരു മലയാളം മൂവി അല്ല. റബ്നെ ബനാദി ജോഡിയൊക്കെ വരാൻ തുടങ്ങി. റബ്നെ ബനാദി ജോഡി. റബ്നെ ബനാദി ജോഡി. വേറെ റബ്നെ ബനാദി ജോഡി. പിന്നെ ചാറ്റ് ബോക്സിലാ വന്നത് അല്ലേ? ആർക്കും പേരില്ല, തുറന്നു പറയാൻ. റബ്നെ നിങ്ങള് റീനെയിം ചെയ്യണേ. അനശ്വര, തസ്നി അവരൊക്കെ റബ്നെ ബനാദി ജോഡിയാണ്. നമ്മുടെ ഷാറുഖ് ഖാന്റെ 2 ഫേസസ് ആണ് കാണിക്കുന്നത്. നല്ലൊരു മൂവിയാണ്. മറ്റ് വന്നത് സുൽത്താന. ഓക്കെ. ഓക്കെ, സോ ജബ്ബി മറ്റാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇത്. സീതാരാമം. ഇതറിയാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. ഓക്കെ, ഇത് ദുൽഖർ സൽമാനിന്റെ മൃണാൽ താക്കൂറിന്റെ ഒരു മൂവിയാണ്. സീതാരാമമാണ്. ഓക്കെ, ഇത് ഇംഗ്ലീഷ് ആണ്. ഹാരി പോട്ടർ. പിന്നെ ഹാരി പോട്ടർ. വേറെ ഗസസ് ഉണ്ടാവും? ഏതെങ്കിലും മലയാളം മൂവി ഗസ് ചെയ്യുന്നോ? എല്ലാരും ഹാരി പോട്ടർ ആണ്. ഓക്കെ, സോ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഹാരി പോട്ടറിന്റെ സീരീസിൽ വരുന്ന ഒരു മൂവിയാണത്. ഇത് ടൈറ്റാനിക്. എവർ ക്ലാസിക്.
ടൈറ്റാനിക് മൂവിയാണത്. ഓക്കെ ഫൈൻ. ഒരു ട്രെയിൻ, 2 കയ്യ് ഇങ്ങനെ പിടിക്കാൻ പോകുന്ന ഒരു ഇത്. ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ. ആ ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ ആണ്. ഓക്കെ. വേറെ ഗസസ് ഉണ്ടോ? വേറെന്തെങ്കിലും ഗസസ് ഉണ്ടോ? അത്രയും ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണെങ്കിൽ ദിൽവാലെന്നെങ്കിലും ടൈപ്പ് ചെയ്തിടാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ. ഇത് ഉസ്താദ് ഹോട്ടൽ. ഉസ്താദ് ആ ഹോട്ടൽ. ഉസ്താദ് ഹോട്ടൽ. ഉസ്താദ് ഹോട്ടൽ. അതെ, നമ്മുടെ വാതിലിൽ ആ വാതിലിൽ പാട്ടിന്റെ ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഒരു പോർഷൻ ആണ് അതെ അതെ. ഉസ്താദ് ഹോട്ടൽ. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ഒരു ഇമേജ് ആണ്. ശ്രദ്ധിച്ചു കണ്ടോളൂ ഈ ഇമേജ്. ദൃശ്യാണ്. ദൃശ്യം. 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 അതാണ് ഓഗസ്റ്റ് 2 ജോർജ് കുട്ടിയും ഫാമിലിയും ഈ സാറ്റർഡേ അത് കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഒരു ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചേ ഉള്ളൂ. സോ അതെ ദാറ്റ് മാം. ഇസ് ദൃശ്യം. ഓക്കെ, ദൃശ്യം 1 or 2 ദൃശ്യം. എന്ത് പ്രഹസനാണ് സജി. ഓ കറക്റ്റ്. കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി. കുംബ്ലങ്ങി നൈറ്റ്സ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ അത് തന്നെയാണ് വരുന്നത്. അതെ, ചാറ്റ് ബോക്സ് ഇപ്പം ഓഫ് ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും ഓണായി അൺമ്യൂട്ട് ചെയ്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ ഫൈൻ, കുംബ്ലങ്ങി നൈറ്റ്സ് ആണ്. ഇപ്പൊ ശരിയാക്കി തരാം. വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട്. ആ, വെള്ളാനകളുടെ നാട് ഇപ്പോഴാണ് ആക്ടിവേറ്റഡ് ആയത്. നമ്മളിപ്പോ അതെ തീർക്കും ഈ സെഷൻ. അതെ അതെ. അപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാം അവരെല്ലാം ആക്ടിവേറ്റഡ് ആയി. ആക്റ്റീവ് ആയി. ഓക്കെ, വെള്ളാനകളുടെ നാടാണ്. സോ ഇതോടുകൂടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോ നമുക്കറിയാം. ഓക്കെ, വെള്ളാനകളുടെ നാട് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. എല്ലാവരെയും കറക്റ്റ് സിനിമ ആൻസർ ആണ്. ടീമാണ് എല്ലാരും. അതെ അതെ അതെ, എല്ലാവരും സിനിമയുടെ ആൾക്കാരാണ്. സോ ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സെഷന്റെ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ കുറെ പേർക്ക് ഇനിയും നിങ്ങൾക്ക് എന്താ പറയാ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം എന്നും ആഗ്രഹമൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങൾ ഒരു എന്താ പറയാ ജെറ്റ് ലാഗ് ഇട്ടപ്പോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് സമയം അധികം ഇല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. സോ 2 ഗെയിം ഒക്കെ കളിച്ച് നിങ്ങൾ കുറച്ച് ആക്ടിവേറ്റഡ് ആയി. ഇതാണ് നമ്മുടെ ഓറിയന്റേഷന്റെ സെക്കൻഡ് സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഓക്കെ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ ഭാഗമായിട്ട് ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. നമുക്ക് അതൊന്ന് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാം. സെഷൻ 2 ഐസ് ബ്രേക്കിംഗ് ആക്ഷൻ ടാസ്ക്. ഈ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ സെഷനിലും പങ്കെടുത്ത ആൾക്കാര്, നിങ്ങളിപ്പോ കുറെ പേരൊക്കെ കുറച്ച് എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കിയൊക്കെ ഇരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ സെഷൻ എങ്ങനെയാണ് നിങ്ങൾ കണ്ടക്ട് ചെയ്തത്, എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനാണ് നമ്മൾ ഈ ഗൂഗിൾ ഫോംസ് ഉള്ളത്. ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടെ നമ്മൾ ആ ഗൂഗിൾ ഫോംസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ ഈ ഒരു സെഷനിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് നിങ്ങളുടെ പേര്, ഫുൾ നെയിം, നിങ്ങളുടെ പേര് അടിക്കണം. ഇഗ്നോയിൽ എൻറോൾ ചെയ്ത പ്രോഗ്രാം MSc ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഏതാണെന്നുള്ളത്, സൈൻഡ് ആയിട്ടുള്ള മെന്റർ അല്ലെങ്കിൽ LSC. ഇപ്പൊ മെന്റർ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ പേര്, അല്ലെങ്കിൽ ഷപ്നയുടെ പേരാണെന്നുണ്ടെങ്കിൽ ഷപ്നയുടെ പേര് നിങ്ങൾ എഴുതണം. പിന്നെ ഇനി വിച്ച് ഓഫ് ദി സെഷൻസ് ആണ്, ഇതിൽ ഏതൊക്കെ സെഷൻസ് ആണ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്തത്, ഐസ് ബ്രേക്കിംഗ് സെഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ സെഷൻസ് ആണ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. റാപ്പിഡ് ഫയർ ഇൻട്രൊഡക്ഷൻസും പിന്നെ ട്രൂത്ത് ഓർ വൺ ട്രൂത്ത് ലൈ എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂം ഇൻ സൂം ഔട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി ഐഡൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതാണ്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ വിച്ച് ഐസ് ബ്രേക്കർ സെഷൻ ആക്ടിവിറ്റി ഡിഡ് യു എൻജോയ് ദ മോസ്റ്റ് ആൻഡ് വൈ? ഏത് സെഷൻ ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ട് തോന്നിയത്, എന്തുകൊണ്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഷെയർ വൺ സർപ്രൈസിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ് യു ഹാവ് ലേൺ ഫ്രം യുവർ പെയർ ഡ്യൂറിംഗ് ദ ആക്ടിവിറ്റീസ്. ഇപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള മെമ്പേഴ്സ് കുറെ പേരൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ഡാൻസേഴ്സ് ഉണ്ട്, പാട്ടുകാരുണ്ട്, നല്ലപോലെ എഴുതുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്, ഒരുപാട് എന്താ പറയാ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് പോലും ലിറ്ററേച്ചറിൽ ഒരുപാട് സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഈ കൂട്ടത്തില്. അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടാവല്ലോ. ഓക്കെ, ഇന്ന ആള് പറഞ്ഞത്, ഓക്കെ ഇന്ന ആൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റി എന്ന് പറഞ്ഞു, എനിക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി.
അങ്ങനെ പറയുന്ന ഒരു കാര്യം കൂടെ ഇതാക്കാം. ഇനി ഇഫ് യു വുഡ് ഡിസ്ക്രൈബ് ദിസ് വിത്ത് ജസ്റ്റ് വൺ ഇമോജി വിച്ച് വുഡ് ഇറ്റ് ബി? അതായത് ഒരു ഇമോജി വെച്ചിട്ട് നിങ്ങൾ ഈ സെഷനെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അത് എന്ത് ഇമോജിയാണ്. ലൈക്ക് ഹാർട്ട്, അങ്ങനെ കുറെ ഇമോജീസ് ഉണ്ടല്ലോ നമുക്ക്. ഇപ്പൊ സ്മൈലീസ് എന്ന് പറയില്ലേ, അത് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാന്നുള്ളത്. പിന്നെ ലേൺ വൈസ് ആൻഡ് മീ. ഒരു നിങ്ങൾക്ക് ലേൺ വൈസ് ജേർണിയിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ഉള്ളത്, നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക് ആണ്. ഇന്നത്തെ ആക്ഷൻ ടാസ്ക് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. ഈ ആക്ഷൻ ടാസ്ക് ഞാനും ഷഫ്നയും എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ അത് ഡ്യൂലി ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെയുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഈ സെഷനെ പറ്റിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റാപ്പപ്പ് സെഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്നോടും ഷഫ്നോടും നിങ്ങൾക്ക് അത് പറയാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളെല്ലാവർക്കും ഇപ്പൊ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആയിട്ടുണ്ടാവും. സോ നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലം നമ്മളിപ്പോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അല്ലേ ഷഫ്ന? നമുക്ക് നമ്മുടെ ലേണേഴ്സ് ഡിസപ്പോയിന്റഡ് ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ അതെ, അവർ ആക്ച്വലി ഓൺ ആയി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. അതെ അതെ അതെ, 1 മണിക്കൂറിന്റെ സെഷൻ ആണ്. അപ്പൊ ആ 1 മണിക്കൂർ സെഷൻ ആയപ്പോഴത്തേനും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയി. സോ ഇതുവരെ പേഷ്യന്റ്ലി നമ്മുടെ കൂടെ ക്യാമറയെല്ലാം ഓൺ ചെയ്തിട്ട്, ക്യാമറ ഓൺ ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ പേഷ്യന്റ്ലി ലിസൺ ചെയ്ത എല്ലാ ലേണേഴ്സിനും ദ ഹോൾ ലേൺ വൈസ് ടീമിന്റെ വക, എന്റെയും ഷഫ്നയുടെയും പേഴ്സണൽ ആയിട്ടുള്ളതിന്റെ വക നമ്മൾ താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സെഷനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത മെന്റർ ഹലീമ, അതുപോലെ തന്നെ സുനീറ മാം, ഇവര് രണ്ടുപേരെ ഞാൻ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് താങ്ക് ചെയ്യുന്നുണ്ട്. സോ hope you guys have enjoyed this particular session. So see you guys in the next episodes. അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്ന എല്ലാ സെഷനും നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കല്ല, നിങ്ങൾ ഉണ്ടാവണം. അതാണ്, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇനി നിങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് കയറി അത്രയും പേരെങ്കിലും ഉണ്ടാവും. അപ്പൊ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ.